ഇടതുപാർട്ടി നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ എം പി. കരുവന്നൂരിലെ ഇഡി നടപടികൾ തുടക്കം മാത്രമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സംഭവം കെ.പി.സി.സി ഉപസമിതി രണ്ടാം ഘട്ട തെളിവെടുപ്പ് നടത്തി. തൃശൂരിലെ തോൽവിയിൽ CPM-നെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് പോലീസ് പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർ. ഒരുമനയൂർ ശാഖ റോഡിൽ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവ് കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂർ SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെ ആക്രമണം. ഓഫീസിലെ ഗുരുദേവ ചിത്രവും ജനൽ ചില്ലുകളും തകർത്തു. കൈഫമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്ക്. കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിറച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 50ഓളം തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇടതു പാർട്ടി നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ എം പി. കേരളത്തിലെ ഇടതുമുന്നണിയെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. സഹകരണ മേഖലയെക്കുറിച്ച് വലിയ തോതിൽ ദുഷ്പ്രചരണങ്ങളാണ് നടക്കുന്നത്. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയമായും നിയമപരമായും ഇടപെട്ട് പരിഹാരമുണ്ടാക്കുമെന്നും കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. കരുവന്നൂരിലെ ഇഡി നടപടികൾ തുടക്കം മാത്രമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരളത്തിലെ സഹകരണ കൊള്ളയ്ക്കെതിരായുള്ള നിരന്തരമായ നീക്കമാണിത്. പല ചോദ്യങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഉത്തരം പറയേണ്ട കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹമാണ്. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യമായി പറഞ്ഞ വാഗ്ദാനമാണിത്. കേരളത്തിൽ സഹകരണ കൊള്ള നടത്തി സമാഹരിച്ചിട്ടുള്ള സ്വത്തുക്കൾ തിരിച്ചെടുത്ത് പാവപ്പെട്ട നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നുള്ളത്. അത് അക്ഷരം പ്രതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കരുവന്നൂരിൽ നിന്നും മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണം എത്തുമെന്നും ശരിയായ നടപടി ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കരുവന്നൂരിലെ നടപടികൾ ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിലെ സഹകരണ കൊള്ളയ്ക്കെതിരായിട്ടുള്ള നിരന്തരമായ ഒരു നീക്കം തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്ത ഭരണപ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നടന്ന കൊള്ളക്കെതിരായിട്ടുള്ള വലിയൊരു പരിശ്രമം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുകയാണ്. അതെല്ലാം ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പല ചോദ്യങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഉത്തരം പറയേണ്ടതായി വരുന്ന ഒരു കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം ED കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പരസ്യമായി പറഞ്ഞ ഒരു വാഗ്ദാനമാണിത്. അദ്ദേഹം പറഞ്ഞു, ശ്രീ നരേന്ദ്രമോദിജി തന്നെ പറഞ്ഞു, കേരളത്തിൽ സഹകരണ കൊള്ള നടത്തി സമാഹരിച്ചിട്ടുള്ള സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചെടുത്ത് അത് പാവപ്പെട്ട നിക്ഷേപകർക്ക് കൊടുക്കും എന്നുള്ള വാഗ്ദാനം ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഇവിടെ പരസ്യമായി പറഞ്ഞിരുന്നു. അത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പരാജയം സംബന്ധിച്ച് അന്വേഷിക്കുന്ന KPCC ഉപസമിതിയുടെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് നടന്നു. ഉപസമിതി അധ്യക്ഷൻ KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. DCC ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും മൊഴിയാണ് സമിതി ഇന്നെടുത്തത്. കഴിഞ്ഞ 18-ാം തീയതി ഉപസമിതി അംഗങ്ങൾ നടത്തിയ തെളിവെടുപ്പിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ തോൽവിയിൽ CPM-നെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തൃശൂരിലെ തോൽവിക്ക് ഉത്തരവാദി CPIM ആണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പൂരം കലക്കി BJPക്ക് തൃശൂരിൽ അവസരമുണ്ടാക്കി നൽകിയെന്ന് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരിക്കുന്ന പാർട്ടി വിചാരിക്കാതെ തൃശൂർ പൂരം അട്ടിമറിക്കാൻ സാധിക്കില്ല. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അന്തർധാരകളുടെ ഭാഗമാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞത് താമര വിരിയുമെന്നാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഒരു കമ്മീഷണർ വിചാരിച്ചാൽ പൂരം കലക്കാൻ സാധിക്കില്ല. സർക്കാർ പൂരം കലക്കുവാൻ കൂട്ടുനിന്നുവെന്നും മന്ത്രി മൂകസാക്ഷിയായെന്നും മുരളീധരൻ പറഞ്ഞു.
രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ചരിത്രമാകും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവും നിലവിൽ വരും. അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. അതിനു മുൻപുണ്ടായിരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി. 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ പോലീസ് പൂർണ്ണ സജ്ജമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, റൂറൽ SP നവനീത് ശർമ്മ എന്നിവർ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും പുതിയ നിയമങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനും കേസ് അന്വേഷണം നടത്തുന്നതും സംബന്ധിച്ച് പഠന ക്ലാസുകൾ നൽകിയിട്ടുണ്ടെന്നും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന പോലീസിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും സിറ്റി റൂറൽ പോലീസ് മേധാവികൾ അറിയിച്ചു. ഉരുമനിയൂർ ശാഖ റോഡിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറി. സംഭവവുമായി ബന്ധപ്പെട്ട് സമീപവാസിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാളത്തോട് സ്വദേശിയും വർഷങ്ങളായി ഒരുമനിയൂരിൽ താമസിക്കുന്ന ചേക്കുവീട്ടിൽ ഷെഫീഖ് എന്ന മസ്താൻ ഷെഫീഖിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30യോടെയാണ് നാട്ടുകാരെ പരിഭ്രാന്തിക്കിടയാക്കിയ സംഭവം നടന്നത്. ഉഗ്രശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറി കേട്ട് സ്ഥലത്തെത്തിയ നാട്ടുകാർ പൊട്ടിത്തെറിച്ച ഗുണ്ടിന്റെ തിരി ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളാണ് കണ്ടത്. ഇവിടെ നമുക്കൊരു 2:30 എനിക്ക് ഫോൺ വന്നതാണ്. ഫോൺ ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. നോക്കുമ്പോൾ ഒരു സാധനം പൊട്ടി വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇവിടുത്തെ പരിസര കുട്ടികളൊക്കെ നിലവിളിച്ച് അവരുടെ അമ്മമാരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സാഹചര്യം, വലിയ പുകമടലും സൃഷ്ടിച്ചു. ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ഉച്ച സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ നമ്മൾ നിയമപാലകരെ അറിയിച്ചു, ബോംബ് സ്ക്വാഡിനെ അറിയിച്ചു. അവരൊക്കെ വന്ന് നിലവിൽ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ ഒരുമണിയൂരിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. എന്നിരുന്നാലും നിയമപാലകർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഭവ സമയത്ത് റോഡിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പൊട്ടിത്തെറിച്ചത് ഗുണ്ടാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും സമീപത്ത് വെള്ളാരം കല്ലുകൾ ചിതറിത്തെറിച്ച് കിടന്നിരുന്നത് സംശയത്തിനിടയാക്കി. ചിതറിക്കിടന്നിരുന്ന കല്ലുകൾ സ്ഫോടനവുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ കല്ലുകളിൽ വെടിമരുന്നിന്റെ ഗന്ധമുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പന്നിപ്പടക്കത്തോട് സാമ്യമുള്ളതാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു. ഉത്സവങ്ങളിലും മറ്റും പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗുണ്ടടിച്ച് ഇതിനുള്ളിൽ വെള്ളാരം കല്ലുകൾ നിറച്ചതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഗുണ്ട് പൊട്ടിക്കാൻ തിരിയിൽ തീ കൊളുത്തേണ്ടതുണ്ട്. എന്നാൽ വെള്ളാരം കല്ലുകൾ നിറച്ച ഗുണ്ട് ഉറച്ച പ്രതലത്തിലേക്ക് എറിഞ്ഞാൽ കല്ലുകൾ കൂട്ടിയുരഞ്ഞ് ഗുണ്ട് തിരികൊളുത്താതെ തന്നെ പൊട്ടിത്തെറിക്കും. ഇതായിരിക്കാം ഗുണ്ടിനുള്ളിൽ വെള്ളാരം കല്ലുകൾ നിറയ്ക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. ഗുരുവായൂർ CP സുന്ദരൻ, ചാവക്കാട് SIമാരായ റമീൻ, അനിൽകുമാർ, ശ്രീജി, CPO സുധീഷ്, MLA NK അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത, പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് തുടങ്ങിയവരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. TCV ചാവക്കാട്. കൊടുങ്ങല്ലൂരിൽ SNDP ഓഫീസിന് നേരെ ആക്രമണം. SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത അക്രമികൾ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തല്ലി തകർത്തു. ശാഖ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു. അത് മാറ്റി വെച്ച് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. മാറ്റി വെച്ച് തുറന്നു നോക്കിയാണ് ഇവിടെ ചില്ലും ഈ ഫോട്ടോക്ക് പിടിഞ്ഞിറക്കും. കുരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 7:30യോടെയാണ് സംഭവം. കുരിക്കുഴി സ്വദേശി തൈക്കാട് സുരേഷിന്റെ ഭാഗ്യമാല എന്ന മൂടുവെട്ടി വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മീൻപിടുത്തത്തിനായി കരയിൽ നിന്നും കടലിലേക്ക് ഇറക്കവേ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ഉടമ സുരേഷ്, വിപിൻ, രാജേഷ് എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 3 പേരും സാഹസികമായി നീന്തിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. മറഞ്ഞ വള്ളവും കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എഞ്ചിനും വള്ളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 50 തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീവരുണൻ എന്ന ഇൻബോർഡ് വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കരയിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ അകലെ കാര കടപ്പുറത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. ശക്തമായ കാറ്റിനെയും മഴയെയും അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രാവിലെ 8 മണിയോടെയാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായ അഭ്യർത്ഥന ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, BN പ്രശാന്ത് കുമാർ, ER സുനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, റഫീഖ്, ബോട്ട് സ്ട്രാങ്ക് ദേവസി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡാകാൻ തൃശൂർ കോർപ്പറേഷനിലെ ലാലൂർ ഡിവിഷനിലെ താമസക്കാരുടെ ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് തുടങ്ങിയ രേഖകൾ കേന്ദ്ര സർക്കാരിന്റെ ആപ്പായ ഡിജി ലോക്കറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് പദ്ധതി. ഇതോടെ ഡിവിഷനിലെ താമസക്കാർ ഡിജിറ്റലി ഡോക്യുമെന്റഡ് സിറ്റിസണായി മാറും. 6 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ലാലൂർ ഡിവിഷൻ കൌൺസിലർ PK ഷാജന്റെ നേതൃത്വത്തിൽ അയ്യന്തോൾ അക്ഷയ കേന്ദ്രത്തിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ലോഗോ പ്രകാശനം പിന്നണി ഗായകൻ സന്നിധാനന്ദൻ, ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള, ഫാദർ ജോർജ് എടക്കളത്തൂർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അരണാട്ടുകര തരകൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മലയാളം ലിപി സോഫ്റ്റ്വെയർ ശില്പി AD ജയൻ, ഭൂഗർഭജല ബോർഡ് അംഗം വർഗീസ് തരകൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുമ്പൂർമൊഴി DMCയുടെ മഴയാത്രയ്ക്ക് ചാലക്കുടി പൊതുമരാമത്ത് IBയിൽ നിന്നും തുടക്കമായി. DMCയുടെ നേതൃത്വത്തിൽ മൺസൂൺ കാലഘട്ടത്തിൽ ഷോളയാർ വനമേഖലയിലേക്ക് നടത്തുന്നതാണ് മഴയാത്ര. തുമ്പൂർമൊഴി, അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ, പൊരിങ്ങൽകുത്ത്, ഷോളയാർ ഡാമുകളിലേക്കാണ് വാഹനയാത്ര. പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ടുള്ള ലഘുഭക്ഷണം എന്നിവയും വിനോദയാത്രികർക്ക് നൽകും. DMCയുടെ കാൽനടയാത്രയ്ക്ക് കുടയും സമ്മാനിക്കും. രാവിലെ 8 മണിക്ക് ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് രാത്രി 7 മണിയോടെ തിരിച്ചെത്തുന്ന പാക്കേജിന് ഒരാൾക്ക് 1500 രൂപയാണ് ഈടാക്കുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA മഴയാത്ര ഉദ്ഘാടനം ചെയ്തു. DMC മാനേജർ C നൌഷാദ്, DTPC കോർഡിനേറ്റർ രൂപേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സോഷ്യൽ മീഡിയ ദിനത്തിൽ സെൽഫി എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നാടകം അരങ്ങിലെത്തിച്ച് തൃശൂർ രംഗചേതന. ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ്മാനുള്ള അവാർഡ് എനിക്കാണ് ഈ പ്രാവശ്യമല്ല, ഇനി തുടർന്ന് അങ്ങോട്ട് എല്ലാ വർഷവും ഈ കമ്മിറ്റി എനിക്ക് തന്നെയാണ് അവാർഡ് തരാൻ പോകുന്നത്. പൊതുജീവിതത്തിൽ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം ഏറി വരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ സെൽഫി താൽപര്യവും വർദ്ധിക്കുകയാണ്. സമസ്ത മേഖലയിലും അവനവനെ വലുതാക്കാൻ ശ്രമിക്കുന്നവരുടെ പെടാപ്പാടുകൾ ആർക്കും അന്യമല്ലാതായിത്തീർന്ന സമകാലീന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ജീവിതത്തിലേക്ക് തൃശൂരിന്റെ ഇട്ടാവട്ടത്തിൽ നിന്നൊരു സെൽഫി എടുക്കുവാനുള്ള ശ്രമമാണ് നാടകത്തിലൂടെ നടത്തിയത്. അധികം പ്രശ്നം എടുക്കേണ്ട, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു വണ്ടിയാണ് ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ അരങ്ങേറിയ നാടകത്തിന് മികച്ച ആസ്വാദക പിന്തുണയാണ് ലഭിച്ചത്. രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ KV ഗണേശാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. രംഗചേതനയുടെ 70 പിന്നിട്ട മുതിർന്ന കലാകാരൻ ആന്റണി മുതൽ കളിവട്ടം വിദ്യാർത്ഥി നാടകക്കളരിയിലെ കുട്ടിപ്രതിഭയും ഗായകൻ സന്നിധാനന്ദന്റെ മകനുമായ വേദസ്വാങ്കൻ വരെയുള്ളവരാണ് കഥാപാത്രങ്ങളായി രംഗത്തെത്തിയത്. TCV തൃശൂർ. മടക്കത്തറ പഞ്ചായത്തിലെ വ്യാപകമായ കാട്ടാന ശല്യത്തിനെതിരെ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് മടക്കത്തറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷോണി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി ഭാസ്കരൻ, KS ചന്ദ്രാനന്ദൻ, ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടിലപ്പൂവം വാരിക്കുളത്ത് കാട്ടാന ഇറങ്ങിയ പ്രദേശങ്ങൾ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MM അവറാച്ചൻ, കർഷക സംഘം മണ്ണുത്തി ഏരിയ സെക്രട്ടറി സണ്ണി ചെന്നിക്കര, CPM താണിക്കുടം ലോക്കൽ സെക്രട്ടറി സാജൻ പോൾ, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മാലിന്യ ദുരിതം പേറി ആളൂർ, പാലക്കുഴി പരിസരവാസികൾ. ഇറിഗേഷൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതുമൂലം ദുർഗന്ധത്താൽ പൊറുതിമുട്ടിയും രോഗഭീതിയിലും പ്രദേശവാസികൾ.
ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലാണ് ജനവാസ പ്രദേശങ്ങളിലൂടെ ആളൂരിലെത്തുന്നത്. കനാൽ വെള്ളത്തോടൊപ്പം വൻതോതിലുള്ള മാലിന്യങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. വളർത്തുമൃഗങ്ങളുടെ ജഡമടക്കമുള്ള ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കനാലിലൂടെ ഒഴുകിയെത്തി അടിഞ്ഞുകൂടുന്നത് പാലക്കുഴി ഭാഗത്തുള്ള അണ്ടർ ടണലിന് സമീപത്താണ്. അണ്ടർ ടണലിന്റെ മുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് വലയിലാണ് മാലിന്യങ്ങൾ തങ്ങുന്നത്. ഇങ്ങനെ കനാലിൽ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ഇരുവശത്തുമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ്. മാലിന്യം ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസം നേരിടാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കനാലിൽ വന്നടിയുന്ന മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അധികൃതരെത്തി ഇത് നീക്കം ചെയ്യാറുണ്ടെങ്കിലും വീണ്ടും കനാൽ വെള്ളം വരുമ്പോൾ 10 മടങ്ങ് മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടും. വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വാർഷിക കൌൺസിൽ യോഗം തൃശൂരിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസന്ധ്യ മേശ്ശേരി, ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അമൃതധാര എന്ന പേരിൽ മഹാകവി ഉള്ളൂർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന അനുസ്മരണത്തിൽ സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും വിലയേറിയ സംഭാവനകൾ നൽകിയ മഹാകവി ഉള്ളൂരിന്റെ ഭാഷാ സാഹിത്യ സംഭാവനകൾ സാംസ്കാരിക തലസ്ഥാനമെന്ന അഭിമാനം കൊള്ളുന്ന തൃശൂരിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളായി എന്നത് ദൌർഭാഗ്യകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കവി ഡോക്ടർ C രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീലത വർമ്മ, എഴുത്തുകാരായ MD രത്നമ്മ, K രഘുനാഥൻ, K ഉണ്ണികൃഷ്ണൻ, PR കേച്ചേനം തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമനിധി പെൻഷനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 15 വർഷം. ചികിത്സയ്ക്കും പണമില്ല. വരന്തരപ്പള്ളി മുപ്ലിയത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോധികയ്ക്ക് നേരെ മനുഷ്യാവകാശ ലംഘനം. മുപ്ലിയം ആരോടി വീട്ടിൽ 75 വയസ്സുള്ള കല്യാണിയാണ് സർക്കാരിന്റെ അവഗണനയേറ്റ് ദുരിതമനുഭവിക്കുന്നത്. കർഷക തൊഴിലാളിയായ കല്യാണി ക്ഷേമനിധിയിൽ മുടക്കമില്ലാതെ പണമടച്ചിരുന്നു. 60 വയസ്സ് കഴിഞ്ഞാൽ ലഭിക്കേണ്ട പെൻഷനു വേണ്ടിയുള്ള കാത്തിരിപ്പ് 15 വർഷമായി തുടരുകയാണ്. കാഴ്ചശക്തി കുറഞ്ഞ കല്യാണിക്ക് തിമിര ശസ്ത്രക്രിയ നടത്താനും പണമില്ലാത്ത അവസ്ഥയാണ്. ക്ഷേമനിധി ഉണ്ടെന്ന കാരണത്താൽ സർക്കാരിന്റെ മറ്റ് പെൻഷനുകളും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. ഞാൻ പൈസ 15 കൊല്ലം ഞാൻ കാശ് അടച്ചിട്ട്, ആ അടച്ച കാശ് എനിക്ക് ഇല്ല, അതും ഇല്ല, എനിക്ക് പെൻഷനും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ വേണം, എനിക്ക് നല്ലൊരു കാശ് വരും, എനിക്ക് സഹായിക്കാൻ ഒരാളില്ല എനിക്ക്. അതുകൊണ്ട് എനിക്ക് എന്റെ പൈസ വേഗം തരണം. എനിക്ക് വീട് ജപ്തി ചെയ്ത് പോവുക, അതിൽ ഞാൻ എന്നിട്ട് ചെയ്യണേ. ഞങ്ങൾക്ക് റോട്ടി കിടക്കാൻ പറ്റും, കാലില്ല, എനിക്ക് കാലും ഇല്ല, കൈയില്ല, കണ്ണും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണെന്ന് എല്ലാ ആൾക്കാരും കൂടി ഇന്ന് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സഹായം ഇന്നൊരു മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ കൊടുത്ത കാശ് കിട്ടിയാൽ മതി. എനിക്ക് 35 വർഷം മുൻപ് ഭർത്താവ് മരിച്ച കല്യാണി മകന്റെ കൂടെയാണ് താമസം. 2015 ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച തുകയും ബാങ്കിൽ നിന്നും ലോണും എടുത്താണ് കയറിക്കിടക്കാൻ ഒരു കൊച്ചു വീട് പണിതത്. എന്നാൽ ആ വീടും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. ഇവരുടെ ദുരവസ്ഥയറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ക്ഷേമനിധി ഓഫീസിൽ പരാതി നൽകിയെങ്കിലും കല്യാണിയുടെ പെൻഷനുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും ഇല്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. പിന്നീട് ക്ഷേമനിധിയിൽ പണമടച്ചതിന്റെ രശീത് സമർപ്പിച്ചപ്പോൾ മുൻഗണനാ പ്രകാരം പെൻഷൻ ലഭിക്കുമെന്നും അതിന് കാലതാമസം നേരിടുമെന്നാണ് അറിയിച്ചത്. അപ്പൊ അവർക്ക് പെൻഷനും ഇല്ല, ഒരു പെൻഷനും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് ബ്ലോക്കായി കിടക്കുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ തിമിരം വന്ന് മൂടി 2 കണ്ണും കാണാൻ പറ്റില്ല. അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല. ആകെ വയ്യാത്തൊരവസ്ഥയാണ്. വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തിയിൽ നിൽക്കണ്. ആകെ ഒരു ദുരിതക്കായാണ്. അപ്പൊ പണിയില്ല, പണമില്ല, ജീവിതം വഴിമുട്ടിയ സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് അധികാരികൾ ഈ വാർത്ത കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്മേനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണവർ പൈസ എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം പെൻഷൻ നിഷേധിക്കപ്പെട്ട കല്യാണിയുടെ ദുരവസ്ഥ രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു. കമ്മീഷൻ ഇടപെട്ടതോടെ ഒരു തവണ ഇവർക്ക് പെൻഷൻ ലഭിച്ചു. പിന്നീട് അതും ഇല്ലാതായി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ദുരിതക്കയത്തിലായ കല്യാണിക്ക് അർഹമായ പരിഗണന നൽകി മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പെൻഷൻ തുകയും നൽകണമെന്നാണ് ആവശ്യം.
ലോക സിനിമയുടെ വാതായനങ്ങൾ ഒരു നാടിനു മുൻപിൽ തുറന്നിട്ട് കോലടി സിനിമാ കൊട്ടകയുടെ പ്രതിമാസ സ്ക്രീനിംഗിന്റെ 75ാമത് പ്രദർശനാഘോഷം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പ്രദർശനാഘോഷത്തിന്റെ ഭാഗമായി പ്രാദേശിക ഭാഷയിൽ ലോക സിനിമയെ വായിക്കുമ്പോൾ എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും നടന്നു. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിമിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളായ ആർ നന്ദലാൽ പ്രഭാഷണം നടത്തി. സിനിമാ നിരൂപകൻ ഐ ഷൺമുഖദാസ് അധ്യക്ഷത വഹിച്ചു. ചെറിയാൻ ജോസഫ്, ഡോക്ടർ ഫാദർ ബെന്നി ബെനഡിക്ട്, കോലടി ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് KV ആന്റണി, സെക്രട്ടറി PP പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡോക്യുമെന്ററി റിലീസും നടന്നു. കഴിഞ്ഞ 8 വർഷമായി മലയാളം സബ് ടൈറ്റിലോടെ ലോക സിനിമകളുടെ പ്രദർശനങ്ങൾ നടത്തിയാണ് കോലടി സിനിമാ കൊട്ടക ശ്രദ്ധ നേടുന്നത്. കോലടി വായനശാലയിലെ സ്ഥിരം പ്രദർശനങ്ങൾക്ക് പുറമെ പരിസരത്തെ 3 കേന്ദ്രങ്ങളിലും ഇതിനോടകം സിനിമാ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു. മതിലകത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട മീൻ ലോറി മതിലിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മീൻ ഇറക്കിയതിനു ശേഷം തിരുവനന്തപുരം വർക്കലയിലേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ മതിലകം ശാഖയുടെ മതിലാണ് ഇടിച്ചു തകർത്തത്. കർക്കിടകം പിറന്നാൽ ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത് നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തളി ചേലൂർ ദേവിച്ചിറ അന്തിമഹാകാളൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതി. കടകളിൽ നിന്നും ആയുർവേദശാലകളിൽ നിന്ന് ലഭിക്കുന്ന ഔഷധക്കൂട്ട് വാങ്ങിയാണ് സാധാരണ എല്ലായിടങ്ങളിലും ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വനത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് തളി ചേലൂർ അന്തിമഹാകാളൻകാവിൽ ഔഷധ കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്. ഇല്ലം കെട്ടി, കുറുന്തോട്ടി, പുത്തിരിച്ചുണ്ട, കാട്ടുമുല്ല, പെരുവിൻവേര്, ഇടിഞ്ഞിൽ തോല്, പെരുങ്കട, നന്നാരി എന്നിവയാണ് ഔഷധക്കൂട്ടിലെ പ്രധാന മരുന്നുകൾ. ക്ഷേത്രം പൂജാരി രാമചന്ദ്രൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ നാരായണൻ മൂരിപ്പാറ, ഹരിദാസൻ കുറ്റിനിങ്ങാട്ട്, സ്മിത പരമേശ്വരൻ, ഗോപിനാഥൻ ചക്കാല, ഹേമലത ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയാണ് വനത്തിൽ നിന്നും മരുന്ന് പറിക്കുന്നത്. 100 കിലോഗ്രാമിലും കൂടുതൽ പച്ചമരുന്നാണ് ഇവർ വനത്തിൽ നിന്നും ശേഖരിക്കുന്നത്. പിന്നീട് ഇവ 10 ദിവസത്തോളം വെയിലിൽ ഉണക്കി പൊടിച്ചാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഔഷധങ്ങൾ ഞങ്ങളുടെ കാട്ടിൽ നിന്ന് സംഭരിച്ച് എല്ലാവരെയും കൂട്ടി സംഘടിപ്പിച്ച് ശുദ്ധമായ നല്ല മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് കഞ്ഞി കൊടുക്കുന്നത്. കാട്ടിലെ മരുന്ന് തന്നെ ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആ വാശി കമ്മിറ്റിക്കാർക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ നല്ലതായിക്കോട്ടെ, ഇതിന് പ്രത്യേക ഒരു ഔഷധ ഗുണം ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ കാടിൻ്റെ അരുവിനുള്ള മരുന്നിന് പ്രത്യേകിച്ചിട്ടുള്ള ഔഷധ ഗുണം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാടിൻ്റെ അരുവിനുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് പറിച്ചു കൊണ്ടുവന്ന് അത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇതിനു പുറമെ മഞ്ഞൾ, ഉലുവ, മല്ലി, ജീരകം, ചതക്കുപ്പ, കടുക്, അയമോദകം എന്നിവയാണ് മരുന്ന് കഞ്ഞിയിലെ മറ്റു കൂട്ടുകൾ. ഇവയുടെ പൊടി വാങ്ങുന്നതിന് പകരം ഇവ വാങ്ങി ഉണക്കി പൊടിച്ചാണ് കഞ്ഞിയിൽ ചേർക്കുന്നത്. ഉണങ്ങല്ലരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. കർക്കിടകം 1 മുതൽ 10 വരെയാണ് കഞ്ഞി വിതരണം. കഴിഞ്ഞ 9 വർഷമായി ഇവർ ഔഷധ കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തു വരുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ 500ഓളം പേർ ഔഷധ കഞ്ഞി വാങ്ങാൻ ദിവസവും ക്ഷേത്രത്തിലെത്താറുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ബാലഗോകുലം തൃശൂർ മഹാനഗർ വാർഷികാഘോഷം കഥാകാരി N. സ്മിത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ VN ഹരി അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ V. ഹരികുമാർ, ജില്ലാ സെക്രട്ടറി ഗീത മുകുന്ദൻ, ജില്ലാ രക്ഷാധികാരി ഡോക്ടർ ഈശ്വരൻ നമ്പൂതിരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK മധു, KS അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മൂർക്കനിക്കര കർഷക കൂട്ടായ്മയുടെ ഞാറ്റുവേല ചന്ത തൃശൂർ തെക്കേ ഗോപുരനടയിൽ ആരംഭിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന മൂർക്കനിക്കര കർഷക കൂട്ടായ്മയുടെ 3ാമത്തെ ഞാറ്റുവേല ചന്തയാണ് തൃശൂർ തെക്കേ ഗോപുരനടയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ T. ശ്രീകുമാർ നിർവഹിച്ചു. കൂട്ടായ്മ അംഗം അഭിലാഷ് തമ്പി ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കർഷക കൂട്ടായ്മ പ്രസിഡന്റ് CT സതീഷ്, സെക്രട്ടറി വിനീഷ് ഗോവിന്ദൻ, അംഗങ്ങളായ N. സുരേഷ്, NP രാജേഷ്,
CT സന്തോഷ്, കർഷക കൂട്ടായ്മയിലെ മറ്റംഗങ്ങൾ, കച്ചവടക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 50ഓളം സ്റ്റാളുകളുള്ള ഞാറ്റുവേല ചന്തയിൽ വിവിധതരം നാടൻ പച്ചക്കറികൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, ഫലവൃക്ഷത്തൈകൾ, ചെടികൾ, കാർഷിക ഉപകരണങ്ങൾ, കീടനാശിനികൾ, ജൈവവളങ്ങൾ, നാടൻ തുണിത്തരങ്ങൾ, ക്രോക്കറി ഉൽപ്പന്നങ്ങൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കും. ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട്. 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല ചന്ത ജൂലൈ 16 സമാപിക്കും. ദിവസവും രാവിലെ 9 മുതൽ രാത്രി 9:30 വരെ ചന്ത തുറന്നു പ്രവർത്തിക്കും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 49ാമത് സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടരുന്നു. രണ്ടാം ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന മത്സരങ്ങളിൽ 1 ഗോൾ നേടി വയനാട് കാസർഗോഡിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോൾ നേടി പാലക്കാട് ഇടുക്കിയെ പരാജയപ്പെടുത്തി. ഫൈനൽ മത്സരം ജൂലൈ 6-ാം തീയതി നടക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ജില്ലാ ചെസ് സെലക്ഷൻ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അണ്ടർ 19, അണ്ടർ 7 വിഭാഗങ്ങളിൽ ഓപ്പൺ, ഗേൾസ് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ 200ഓളം പേർ പങ്കെടുത്തു. ഓരോ വിഭാഗങ്ങളിലെയും ആദ്യ 4 സ്ഥാനക്കാർ വീതം സംസ്ഥാന ടൂർണമെന്റിലേക്ക് ജില്ലയിൽ നിന്ന് യോഗ്യത നേടി. മത്സരാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും വിജയികൾക്ക് ട്രോഫിയും സമ്മാനിച്ചു. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ ചെയർമാൻ ജോ പറപ്പള്ളി, ജില്ലാ ഓർഗനൈസിംഗ് ചെയർമാൻ PA അലി, ഓർഗനൈസിംഗ് കൺവീനർ ബിന്ദു മണികണ്ഠൻ, ചെസ് ഒളിമ്പ്യൻ NR അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,605 രൂപ, പവന് 52,840 രൂപ, വെള്ളി ഗ്രാമിന് 94 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,653 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ഇടതു പാർട്ടി നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ MP. കരുവന്നൂരിലെ ED നടപടികൾ തുടക്കം മാത്രമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സംഭവം KPCC ഉപസമിതി 2ാം ഘട്ട തെളിവെടുപ്പ് നടത്തി. തൃശൂരിലെ തോൽവിയിൽ CPIM-നെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് പോലീസ് പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർ. ഒരുമനയൂർ ശാഖ റോഡിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറി. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവ് കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂർ SNDP നാരായണമംഗലം ശാഖയ്ക്ക് നേരെ ആക്രമണം. ഓഫീസിലെ ഗുരുദേവ ചിത്രവും ജനൽ ചില്ലുകളും തകർത്തു. കൈപ്പമംഗലം കുരുക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്ക്. കൊടുങ്ങല്ലൂരിൽ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി മത്സ്യബന്ധന വള്ളത്തിലെ 50ഓളം തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.